വിളിച്ച് ജോലി വാങ്ങിച്ചു. അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറേ കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ 1-2 കമ്പനിയിലും ജോലി ചെയ്തു. അപ്പോഴൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് വരുമോ. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ്. മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കാണുള്ളൂ. ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക, ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. അപ്പം അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമോ വന്നാൽ ഞാൻ എങ്ങനെ അത് മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഈ അടുത്ത സമയത്ത് 2 വർഷം മുമ്പാണ് എന്നെ പറയുന്നത്, ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ, അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടുകൂടി, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് തുറന്നു പറയുന്നത്. ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല, നല്ല സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. ആശ വഴിയാണ് ഞാൻ അറിയാറ്. അപ്പോൾ ആശ പറഞ്ഞു, മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയും, ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല. കാരണം അവളുടെ ഇഷ്ടമാണ്. ഒരിക്കലും എൻ്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ എന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്ക് വനിതയിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാം. അച്ഛയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ചു ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ. നമുക്കൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വനിതയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു, മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം. അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ നമ്മൾ ചെന്നൈ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ, മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി. ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത്. സേതുവിനോട് പറഞ്ഞു, മനോജേട്ടാ മോൾക്കൊരു നല്ല റോളുണ്ട്,